ഹായ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഡിയോ കോയിൻ എന്ന് പേരിട്ടിട്ടുള്ള ഈ കോയിൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ലിസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ വെറും 4 പൈസയുടെ താഴെയാണ് ഇതിൻ്റെ റേറ്റ്. ഈ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ കോയിൻ ഏൺ ചെയ്യാൻ വേണ്ടി ഒരു ബൂസ്റ്റർ പ്ലാനും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കോയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ലോക്കാണ്. ഡിയോ ബൂസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന കോയിനിൻ്റെ 20% ബേണിങ്ങും നടക്കുന്നുണ്ട്. അൺലിമിറ്റഡ് ബേണിംഗ് ആണ് ഈ കോയിനിൽ അവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ 100 കോടി കോയിനിൽ നിന്നും ഇപ്പോൾ തന്നെ 3 കോടിയിലേറെ കോയിൻ ബേൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിയോ ബൂസ്റ്റർ പ്ലാൻ എന്താണെന്ന് പരിചയപ്പെടാം. പ്രധാനമായും 3 പൂളുകളാണ് ഈ ഒരു പ്ലാനിലുള്ളത്. ഒന്ന് ബേണിംഗ് പൂളും, രണ്ടാമത്തേത് ഗ്ലോബൽ റിവാർഡ് പൂളും, മൂന്നാമത് അഫിലിയേറ്റ് റിവാർഡ് പൂളും. $10 കൊടുത്ത് നമ്മൾ ഈ പ്ലാനിലോട്ട് ആഡാവുമ്പോൾ ബേണിംഗ് പൂളിലോട്ട് 20%, ഗ്ലോബൽ റിവാർഡ് പൂളിലോട്ട് 28%, അഫിലിയേറ്റ് പൂളിലോട്ട് 50%, അഡ്മിൻ ആൻഡ് പ്രൊമോഷൻ അതിലോട്ട് 2%, അങ്ങനെ 100% കോയിനും കമ്പനി വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഡിയോ ബൂസ്റ്റർ പ്ലാനിലോട്ട് കൊടുക്കുന്ന ഓരോ $10 വർത്തുള്ള കോയിനിൻ്റെയും 20% കോയിനും ബേൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കൂടാനും കോയിനിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനും കാരണമാകുന്നു. ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് ഇതിൽ വരുമാനം? അതിനാണ് നമ്മുടെ ഗ്ലോബൽ റിവാർഡ് പൂൾ. ഗ്ലോബൽ റിവാർഡ് പൂളിൽ അൺലിമിറ്റഡ് വരുമാനമാണ് കമ്പനി നമുക്ക് തരുന്നത്. ഈ ഒരു അൺലിമിറ്റഡ് വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ആരെയും റെഫർ ചെയ്യേണ്ടതില്ല. കാരണം ഗ്ലോബൽ റിവാർഡ് പൂൾ എന്ന് പറഞ്ഞാൽ 1 ലൈൻ പൂളാണ്. നമ്മൾ ജോയിൻ ആയതിനു ശേഷം ലോകത്ത് എവിടെ ആര് വന്നാലും നമ്മുടെ കീഴിൽ വന്ന് അവരുടെ ഒരു വിഹിതം നമ്മൾക്കും കിട്ടുന്ന ഒരു രീതിയാണ് ഗ്ലോബൽ റിവാർഡ് പൂൾ. ഇനി അഫിലിയേറ്റ് പൂൾ എന്താണെന്ന് നോക്കാം. ഇതിൽ പ്രധാനമായും 2 വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തേത് ഡയറക്റ്റ് റെഫറലാണ്, രണ്ടാമത്തേത് ലെവൽ ഇൻകമാണ്. അതും 21 ലെവലുകളിൽ നിന്നാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. ഡയറക്റ്റ് റെഫറൽ 25% നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ള 25% 21 ലെവലുകളിലേക്ക് വീതിച്ചു നൽകുന്നത്. ഇനി അഡ്മിൻ ആൻഡ് പ്രൊമോഷൻ, കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു 2% മാറ്റിവെക്കുന്നത്. അഫിലിയേറ്റ് റിവാർഡ് എങ്ങനെയാണ് നമുക്ക് വീതിച്ചു തരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പിക്ചറിലുള്ളത്. ഇത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഡിയോ കോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.